നമസ്കാരം കിഷോറേട്ടാ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. എവിടെയാണ് സ്ഥലം? എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ ചേലക്കരയാണ് വീട്. തൃശ്ശൂരാണ്. അപ്പം ഫ്ലൂട്ടാണ് വായിക്കാൻ പോകുന്നത്. ഫ്ലൂട്ട് ഇൻസ്ട്രുമെന്റിന്റെ പേര് ശരിക്കും റെക്കോർഡർ എന്നാണ്. ഞാൻ ശാസ്ത്രീയമായിട്ട് ഓടക്കുഴലൊന്നും പഠിച്ചിട്ടില്ല. ശാസ്ത്രീയമായിട്ട് ഒന്നും പഠിച്ചിട്ടില്ല. ഓടക്കുഴൽ വായിക്കും, ഓടക്കുഴൽ സ്വന്തം ഉണ്ടാക്കും. പഠിക്കാത്തതിന്റെ പ്രശ്നം, അതായത് പഠിച്ചിട്ടില്ല. അപ്പൊ ഫ്ലൂട്ട് ഇങ്ങനെയല്ല, മൂക്കൊണ്ടാണ് വായിക്കുന്നത്. പക്ഷെ ഇതിന് ഫ്ലൂട്ട് എന്നല്ല പറയുന്നത്, റെക്കോർഡർ എന്നാണ്. പിന്നെ അത്യാവശ്യം തകില് വായിക്കും, കുറച്ച് പാട്ടുകൾ എഴുതും, പാട്ടുകൾ പാടും, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ. അതുപോലെ ഒരു നോസിലാണോ അതോ എങ്ങനെയാ? അത് ഒരു നോസിലാണ് ഇപ്പൊ ഞാൻ വായിക്കുന്നത്. 2 നോസില് 2 ഹോളിലും 2 ഓടക്കുഴൽ വെച്ചിട്ടാണ് ഇപ്പൊ അടുത്തത് ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. അതൊന്നും കൺഫേം ആയിട്ടില്ല, ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. അപ്പൊ ശബ്ദം വരും. ഇനി ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് എങ്ങനെയാണ് നമുക്ക് മൂക്കൊണ്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അറിഞ്ഞ എപ്പോഴാണ്? ഓടക്കുഴൽ വായിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ഓടക്കുഴൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എന്താ പറയാ, ഇപ്പത്തെ ഓടക്കുഴലിന്റെ വില കേട്ട ഭയങ്കര വിഷമം തോന്നി. അങ്ങനെ ഓടക്കുഴലോട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെറുതായിട്ട് ഓടക്കുഴൽ ഉണ്ടാക്കാൻ ശ്രമിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ഓടക്കുഴൽ ഉണ്ടാക്കി നോക്കി. അപ്പം അതിൻ്റെ ഇടയിൽ വെറുതെ ഇരിക്കണമെന്നായിരുന്നു, ഒരു തമാശ ചെയ്ത് നോക്കിയതാണ്. മൂക്കൊണ്ട് ശബ്ദം ഉണ്ടാവുന്നുണ്ട്. അപ്പം പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ആദ്യമായിട്ട് അതിൽ ചെയ്തൊരു പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഗദേവനം എന്നുള്ളൊരു പാട്ടായിരുന്നു ചെയ്തത്. അതിന് 4 വരി. അത് കുറച്ച് ആൾക്കാർ കണ്ടു. പിന്നെ അവിടെ നിന്നോട്ട് ഇങ്ങനെ കുഴപ്പമില്ലാണ്ട് ആൾക്കാർ പറഞ്ഞു, നീളൊന്ന് ശ്രമിക്കുന്നു പറഞ്ഞു. അപ്പൊ അങ്ങനെ ശ്രമിച്ചുകൊണ്ട്. അടിപൊളി, ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഇപ്പൊ റെക്കോർഡറിൽ നമുക്ക് അതൊന്ന് കേൾക്കാം. ഓക്കെ, യെസ്, പെർഫോമൻസ്. അടിപൊളിയായിരുന്നു കേട്ടോ. വളരെ രസകരമായിട്ട് തന്നെ പ്ലേ ചെയ്തു. എനിക്കറിയാം അതിന്റെ സ്ട്രെയിനും കാര്യങ്ങളും. കാരണം നമ്മൾ ഈ ഇങ്ങനെ ഒന്ന് ശ്വാസം എടുത്താൽ പോലും ചിലപ്പോൾ അതിൽ ട്യൂൺ വന്നു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഒരു പീസും കൂടെ കേൾക്കാൻ പറ്റുമായിരിക്കും നമുക്ക്? ഓക്കെ, ശരി, എങ്കിൽ നമുക്ക് അതൊന്ന് കേൾക്കാം. യെസ്. സൂപ്പർ. അതും ഗംഭീരമായിട്ട് തന്നെ ചെയ്തു. മൂക്കല്ലാണ്ട് നമ്മൾ അല്ലാണ്ട് നോർമലി ഫ്ലൂട്ട് വായിക്കാറുണ്ടോ? എങ്കിൽ നമുക്ക് അതും കൂടെ ഒന്ന് കേട്ടാലോ, അല്ലേ? എന്റെ ദൈവമേ, ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണോ? PVC പൈപ്പ്. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, സാധാരണ കണ്ട കളറിൽ നിന്നും വ്യത്യസ്തമായ കളറാണല്ലോ എന്നുള്ളത്. ശരി കേട്ടോ. ഓക്കെ, ഇതെന്താ ഈ PVC പൈപ്പിൽ ഉണ്ടാക്കാനുള്ള കാരണം എന്നാ? ഈറ്റ കിട്ടേണ്ടപ്പോ ചെയ്താണത്. എന്റേതായിട്ടൊരു മെഷർമെന്റ് ആണ് ഇപ്പൊ ഞാൻ ചെയ്യണത്. ഇതിന്റെ വശങ്ങളിലൂടെ ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടില്ല. പറഞ്ഞു തരാറില്ലാത്ത കാരണം ഇങ്ങനെ പോണു. ഇത് പക്രുചേരാ എന്നെ പറയാനുള്ളേ? അല്ല, കുട്ടിക്കാലത്ത് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല, അതിനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല. സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളും പ്രോത്സാഹിപ്പിക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ ആരും ഉണ്ടായില്ലായിരിക്കും.
അദ്ദേഹത്തിലെ ടാലൻറ്റ് ചിലപ്പോൾ ചിലർ കണ്ടില്ലെന്ന് നടിച്ചിട്ടുണ്ടാവും. പക്ഷെ ആ ഒരു ഉപകരണത്തിൽ അദ്ദേഹത്തിനുള്ള ആ ഒരു പാഷനുണ്ട്. അതെ, അത് ഇങ്ങനെ പലതും വെച്ചും കട്ട് ചെയ്തും ഇതിനോടുള്ള താല്പര്യം കൊണ്ട് അങ്ങനെ സ്വയം പരീക്ഷിച്ച് ഈ ഒരു റേഞ്ചിൽ ഈ മനുഷ്യന് എത്തുക എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ എന്താ പറയേണ്ടത്? നമുക്കിതെടുത്തിട്ട് ചിലപ്പോൾ മൂക്കിലിങ്ങനെ വെച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ പോലും ഒരു ശബ്ദം ചിലപ്പോൾ വന്നെന്നിരിക്കില്ല. എനിക്കൊന്നും ഒരിക്കലും വരില്ല. അത് വെച്ചിട്ടൊരു പാട്ട്, അത് നരൻ എന്ന് പറഞ്ഞ പടത്തിലെ ആ സാധനം വായിച്ചപ്പോൾ തന്നെ തീർന്നു നമ്മൾ. കിഷോർ ഭായ്, നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് അഭ്യസിച്ചിരുന്നുവെങ്കിൽ ഈ മേഖലയിലെ രാജാവായിരുന്നേ നിങ്ങൾ. യാതൊരു സംശയമില്ല. കാരണം ദൈവം അതുപോലെ ഈ ഒരു കലയിൽ നിങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ്. ഇനിയും പഠിക്കണം. ഈ ഒരു എപ്പിസോഡ് കണ്ടിട്ടാണെങ്കിലും ആരെങ്കിലുമൊക്കെ അദ്ദേഹത്തിന് ഈ ഒരു മേഖലയിലെ ചില രാജാക്കന്മാരുണ്ടല്ലോ, അവർ നിങ്ങളെ കണ്ടെത്തണം എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. അതെ, തീർച്ചയായിട്ടും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. യെസ്, ഷാജൻ ചേട്ടാ. കിഷോർ എന്താ പറയേണ്ടത്? കിഷോറെ സ്വന്തമായിട്ട് അത് ഫ്ലൂട്ട് ഉണ്ടാക്കി വായിക്കാൻ പഠിച്ച് കേരളത്തിലെ നിരവധി ഒരുപാട് കലാകാരന്മാർ വന്ന് പെർഫോം ചെയ്യുന്നൊരു വേദിയിൽ വന്ന് പെർഫോം ചെയ്യുക എന്ന് പറയുന്നത് ഒരു നിസ്സാര കാര്യമല്ല. അതിന് കിഷോറിന് വലിയൊരു കൈയടി ആഗ്രഹിക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് കിഷോറിനോട് റിക്വസ്റ്റ് ഉള്ളത്, നാം പാതി ദൈവം പാതി എന്നാണല്ലോ പറയുന്നത്. ദൈവം പാതിയല്ല, ദൈവം ഒരു മുക്കാലിപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട് കിഷോറിൻ്റെ കാര്യത്തിൽ. കാര്യം കിഷോറിന് ഇത് നിർമ്മിക്കാനുള്ളൊരു കഴിവ് തന്നു, അത് സ്വന്തമായി ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ അത് പ്ലേ ചെയ്യാനുള്ളൊരു കഴിവ് തന്നു. അത് എങ്ങനെയൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ ഒരിക്കലും കിഷോർ ഇതുപോലൊരു വേദിയിൽ വന്ന് നിൽക്കില്ല. അവിടം വരെ ദൈവം കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഇനി കിഷോറായിട്ട് ചെയ്യേണ്ടത് അജി പറഞ്ഞ പോലെ ശാസ്ത്രീയമായിട്ട് ഇത് പഠിക്കണം. ശാസ്ത്രീയമായിട്ട് എവിടെയാണോ പഠിക്കേണ്ടത് അത് കിഷോർ അത് പോയി പഠിക്കണം. ഇത്രയൊക്കെ ചെയ്യാമെങ്കിൽ കിഷോറിന് തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റും. ഇനി അത് കിഷോറിന് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെയൊക്കെ വിളിച്ചോളൂ. ഞങ്ങൾ അതിന് വേണ്ട എല്ലാ സഹായങ്ങളും നമ്മൾ ചെയ്തു. അത് സാമ്പത്തികമായിട്ടാണെങ്കിലും മറ്റാരെങ്കിലും കോണ്ടാക്ട് ചെയ്യാനാണെങ്കിലും എന്ത് കാര്യത്തിനാണെന്നുണ്ടെങ്കിലും നമ്മളെ വിളിച്ചോളൂ. ഞാൻ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ കിഷോറിൻ്റെ കൂടെ ഉണ്ടാവും. ഇത് എന്താണ് ഈ പറയുന്നത് പോലെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഞങ്ങൾക്ക് പറയാൻ പറ്റണം, കിഷോർ പണ്ട് കോമഡി മാസ്റ്റേഴ്സ് ഞങ്ങളുടെ മുന്നിൽ വന്ന് ഞങ്ങൾ നേരിട്ട് പുള്ളിയുടെ പെർഫോമൻസ് കണ്ടിട്ടുണ്ട് കേട്ടോ എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റണം കേട്ടോ. അതേപോലത്തെ ലെവലിൽ എത്താൻ പറ്റുന്ന ഒരാളാണ് കിഷോർ. അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം. എല്ലാ ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാ പ്രാർത്ഥനകളും അറിയിക്കുന്നു. സൂപ്പർ സൂപ്പർ. യെസ്, ജാഫ്രിക്ക. ഗംഭീരമായിരുന്നു കേട്ടോ, നന്നായിരുന്നു. മൂക്കുകൊണ്ടാണേലും ലിപ്പ് കൊണ്ടാണേലും ചെയ്തത്. പിന്നെ മൈക്കിനോട് അടുത്ത് നിൽക്കണം. മൈക്കുമായിട്ടേ നമ്മൾ വർത്തമാനം പറയുമ്പോഴും അകന്നു പോവുക. ആ ഫ്ലൂട്ട് വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി അടുത്തൊക്കെ ഫ്ലൂട്ട് കണ്ടിട്ടില്ലേ, മൈക്കിനോട് അടുത്ത് വെച്ചാൽ വായിക്കണേ. ഇത്രയും വലിയൊരു വേദിയിലും ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളുടെ മുമ്പിലും ആദ്യമായിട്ടാണ് നിൽക്കണത്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതിന് വലിയ സ്റ്റേജിലൊക്കെ ഇനി കയറും. പാട്ട് പാടുവോ? സ്വന്തമായിട്ട് 13 പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. പാടും എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും പാട്ട് പാടുമായിരിക്കും അല്ലേ? പാടാൻ അറിയുണ്ടെങ്കിലേ ഉള്ളൂ ഓടക്കുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നോട്ടൊക്കെ അറിയാം. ഇതൊക്കെ കുറച്ച് എന്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലേ. നോട്ടൊക്കെ വെച്ച് വലിയ ഒരാളാകുക എന്ന എല്ലാവിധ പ്രാർത്ഥന ഉണ്ടാവും. ഒരു റിക്വസ്റ്റ് ഉണ്ട് എനിക്ക്. വേറെ ഒന്നുമല്ല, നമ്മൾ മൂക്ക് വെച്ചിട്ടല്ലേ അത് വായിച്ചത്. അതൊന്നും അല്ലാതെ സാധാരണ വായിക്കുന്ന പോലെ ഒരു വായിക്കാൻ പറ്റും. മെലഡിയാ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് കിഷോറിനെ പരിചയപ്പെടാൻ സാധിച്ചാലും. അത് മാത്രമല്ല, നമ്മുടെ ഈ ഷോയിൽ വന്ന് പ്രേക്ഷകരുടെ ഇടയിൽ ഇനിയിപ്പോൾ എനിക്ക് ഉറപ്പാണ് ചേട്ടനൊരു ഫാൻ ബേസ് തന്നെ ഉണ്ടാവും കേട്ടോ, ഡെഫിനറ്റ് ആയിട്ടും. അപ്പോഴേ ഈ സ്റ്റാറിന് നമ്മുടെ സൈഡിൽ നിന്ന് എത്ര സ്റ്റാർസ് ആണ് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്? അസാധാരണമായ കഴിവുള്ള കലാകാരന്മാർക്ക് നമ്മൾ എന്താ കൊടുക്കാറ്? 5 സ്റ്റാർ. സൂപ്പർ. നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ ഈ വേദിയിൽ കിഷോറേറ്റിന് ലഭിക്കുന്നത് ടോപ്പസ്റ്റ് റേറ്റിംഗ് ആണ്. കോമഡി മാസ്റ്റേഴ്സിന്റെ 5 സ്റ്റാർ ആർട്ടിസ്റ്റ് എന്നുള്ള ലേബിൾ. ഓക്കെ, ഇനി ഇത് വെച്ച് വേണം മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ഈ ഒരു സ്റ്റാർസ് നൽകാനും ഈ ഒരു അവാർഡ് നൽകാനുമായിട്ട് ഷാജൻ ചേട്ടനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്.
അപ്പൊ എന്തായാലും കിഷോരേട്ട കൺഗ്രാറ്റുലേഷൻസ്. കോമഡി മാസ്റ്റേഴ്സിന്റെ 5 സ്റ്റാർ ആർട്ടിസ്റ്റ് എന്നുള്ള ലേബലാണ് ലഭിക്കുന്നത്. കൺഗ്രാറ്റ്. ഇതോടൊപ്പം തന്നെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന മറ്റൊരു അടിപൊളി സമ്മാനം, ഒരു അടിപൊളി ഷർട്ടാണ്.